ദിവസം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലായിരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് ആദരവായ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്. യാ ആയിഷ, അല്ലയോ ആയിഷ, ലാ തനാമി ഹത്താ തഅമലി അർബഅത അശിയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏ ആയിഷ, 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുതേ, 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുതേ ആയിഷ. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ എന്നറിയുമോ? ഹത്താ തഖ്തമിയൽ ഖുർആൻ. ഒന്നാമതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അത് ഖത്മ ചെയ്യാതെ, ഓതി പൂർത്തിയാക്കാതെ നീ കിടന്നുറങ്ങരുതേ ആയിഷ. രണ്ടാമതായിട്ട് വഹത്താ തജ്അലിൽ അംബിയാ ലകി ശുഫആ യൗമൽ ഖിയാമ. ഞാനും ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ള 1,23,999 വരുന്ന മറ്റുള്ള പ്രവാചകന്മാരുമുണ്ടല്ലോ. ഇങ്ങനെയുള്ള അംബിയാ മുർസലീങ്ങളുടെ ശഫാഅത്ത് നിനക്ക് നാളെ ഖിയാമ നാളിൽ അവരുടെ ശഫാഅത്ത് നിനക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കാതെ നീ കിടന്നുറങ്ങരുതേ ആയിഷ. മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയുകയാണ്, വഹത്താ തജ്അലിൽ മുസ്ലിമീന റാദീന അൻകി. ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുഴുവൻ സത്യവിശ്വാസികളും നിന്നെ കൊണ്ട് പരിപൂർണമായ നിലയിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് എന്ന് നീ ഉറപ്പാക്കാതെയും നീ ഉറങ്ങരുതേ ആയിഷ. നാലാമതായിട്ട് വഹത്താ തജ്അലി ലകി ഹജ്ജതൻ വ ഉംറ. ഒരു ഹജ്ജും ഒരു ഉംറയും ഈ ദിവസം നീ ചെയ്യാതെ നീ ഉറങ്ങരുതേ ആയിഷ. 4 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മുമ്പിൽ ആ രാത്രിയിൽ വെക്കുകയാണ്. ഈ രാത്രിയിൽ നീ കിടന്നുറങ്ങാൻ പോകുമ്പോ ഈ 4 കാര്യങ്ങൾ ചെയ്യാതെ നീ ഉറങ്ങരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ 4 കാര്യങ്ങൾ പറഞ്ഞു നേരെ നിസ്കാരത്തിലേക്കും പോയി. ആയിഷ ബീവി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ്? നമ്മളാണെങ്കിലോ ആലോചിച്ച് നോക്കി, നമ്മളാണെങ്കിൽ എന്തായിരിക്കും? പിന്നെ വേറെ പണിയില്ല, അങ്ങേരിക്ക് വേറെ ജോലിയൊന്നുമില്ല, എന്നിട്ട് പറഞ്ഞു ഞാൻ പോയി കിടന്നുറങ്ങാൻ പോകുന്നില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയത്ത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഒരൊറ്റ രാത്രി കൊണ്ട് ഖത്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഹജ്ജും ഉംറയും പോയി ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞാൽ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം പൂർത്തിയാക്കുന്നത് വരെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വിഷമത്തോടുകൂടി അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ച് കടന്നു വരുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വിരിപ്പിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മീ യാ ഹബീബല്ലാഹ് അമർതനി ബി അർബഅതി അശ്യാ ലാ അഖ്ദുറു ഫീ ഹാദിഹി സഅതി അൻ അഫ്അലഹാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നോട് അങ്ങ് പറഞ്ഞിട്ട് പോയ 4 കാര്യങ്ങൾ, ആ 4 കാര്യങ്ങളിൽ ഒരു കാര്യം പോലും പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഒരു കാര്യമെങ്കിലും പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. പിന്നെങ്ങനെയാണ് ആ 4 കാര്യങ്ങൾ ഞാൻ പൂർത്തീകരിക്കുക? എനിക്ക് കഴിയില്ല പ്രവാചകരെ, എനിക്ക് ചെയ്യാൻ കഴിയില്ല റസൂലേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പുഞ്ചിരിക്കുകയാണ്. ഫതബസ്സമ റസൂലുള്ളാഹി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ അത് കേൾക്കുമ്പോൾ പുഞ്ചിരിക്കുകയാണ്. ആയിഷാനോട് 4 കാര്യങ്ങൾ പറഞ്ഞു, ചെയ്യാൻ കഴിയാത്ത 4 കാര്യങ്ങളാണല്ലോ എന്ന് വല്ലാതെ ആവലാതിപ്പെടുമ്പോ പുഞ്ചിരി തൂകിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏ ആയിഷ, ഇദാ ഖറഅതി ഖുൽ ഹുവല്ലാഹു അഹദ് സലാസൻ ഫകഅന്നക ഖതമതിൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ, സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് വെറും 4 ആയത്തുകളുള്ള ഈ സൂറത്ത്, ഇത് നീ ഒരു 3 പ്രാവശ്യം ഓതിക്കോ ആയിഷ. അങ്ങനെ 3 പ്രാവശ്യം നീ ഓതിയാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഫകഅന്നമാ ഖതമതിൽ ഖുർആൻ. നീ പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായും നീ ഓതി തീർത്തവളെ പോലെയാണ് ആയിഷ. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ അതിന്റെ കൂലി എന്താണ്? അതിന് കിട്ടുന്ന പ്രതിഫലം പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതി തീർത്തതിന്റെ പ്രതിഫലമാണ് കിട്ടുന്നത്. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് കരുതിയിട്ട് ഖുർആൻ ഓതി തീർക്കുന്നതിന് പകരം ഖത്മ ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് 3 ഇഖ്ലാസ് ഓതിയിട്ട് ഞാൻ ഖുർആൻ ഓതി തീർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം എത്രത്തോളം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വെറും 4 ആയത്തുകളുള്ള വളരെ ചെറിയൊരു സൂറത്ത്, ഇതിന് നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാത്തവരൊക്കെ ധാരാളം പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ സാധിക്കാത്തവർ ധാരാളം പേരുണ്ട്. എന്തിന്റെ പേരിലാ വിഷമിക്കുന്നത്? നമുക്ക് പഠിക്കാൻ കഴിയുമില്ല. ചെറിയ ചെറിയ സൂറത്തുകളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള മനസ്സ് വേണം. നമുക്ക് പഠിക്കാനുള്ള മനസ്സ് വേണം, മനസ്സിലാക്കാനുള്ള മനസ്സും കൂടി വേണം, ചെയ്യാനുള്ള മനസ്സും കൂടി വേണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിവിയോട് വസിയ്യത്ത് ചെയ്ത 1ാമത്തെ കാര്യം, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതി തീർക്കണേ ആയിഷ ബീവിക്ക്. എന്നിട്ട് വേദനയോടുകൂടി ഇരിക്കുന്ന ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഈ രാത്രിയിൽ നീ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓത്. അതിലൂടെ അല്ലാഹു തആല നിനക്ക് തരുന്ന പ്രതിഫലം പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി തീർത്തവന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ ഒന്ന് അമൽ ചെയ്യണേ, ഇതൊക്കെ ഒന്ന് അമൽ ചെയ്യാൻ നമ്മൾ തയ്യാറാകണേ. 2ാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ശഫാഅത്ത് ഉറപ്പാക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനും പറഞ്ഞു കൊടുക്കുകയാണ്, എളുപ്പമാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. വഇദാ സ്വല്ലൈതി അലയ്യ വഅലൽ അംബിയാഇ മിൻ ഖബ്ലി. ഏ ആയിഷ, ഞാനും എനിക്ക് മുന്നേ കടന്നു വന്നിട്ടുള്ള അംബിയാ മുർസലീങ്ങളുമുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും വേണ്ടി നീ ഒന്ന് സ്വലാത്ത് ചൊല്ലിയാൽ ഫഖദ് സിർനാ ലകി ശുഫആ യൗമൽ ഖിയാമ. ഞാനും മറ്റുള്ള അംബിയാ മുർസലീങ്ങളും ഖിയാമ നാളിൽ നിനക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യും ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വെറും നിസാരമായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുമ്പ് കടന്നു വന്നിട്ടുള്ള മുഴുവൻ അമ്പിയാക്കൾക്കും വേണ്ടിയിട്ടൊന്ന് സ്വലാത്ത് ചൊല്ലിയാൽ, അവരുടെ പേരിലൊക്കെ ഒന്ന് സ്വലാത്ത് ചൊല്ലിയാൽ അതിലൂടെ കിട്ടുന്ന പ്രതിഫലം ഈ 1,24,000 വരുന്ന അമ്പിയാ മുർസലീങ്ങളുടെയും ശഫാഅത്ത് ആയിഷ നിനക്ക് ഖിയാമ നാളിൽ ലഭിക്കും. ചെയ്യാൻ എളുപ്പമല്ലേ സഹോദരങ്ങളെ? 3ാമതായിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞത്, മുഴുവൻ മുസ്ലിമീങ്ങളും നിനക്ക് തൃപ്തിയുള്ളവരാണെന്ന് നീ മനസ്സിലാക്കണം.
അതിനു വേണ്ടിയിട്ട് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? വൈദസ്തഗ്ഫറതിൽ മുഅ്മിനീന ഫകഅന്നഹും യർളൂന അൻകി യാ ആയിഷ, നീ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇനി കടന്നു വരാൻ പോകുന്ന, ലോകത്ത് കടന്നു വരാൻ പോകുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്തു കഴിഞ്ഞാൽ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ഒരൊറ്റ ഇസ്തിഗ്ഫാറിലൂടെ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം ആയിഷ, മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നിന്നോട് തൃപ്തിയുള്ളവരായിരിക്കും.